നമസ്തേ. വാൽമീകി രാമായണം ബാലകാണ്ഡം തുടരുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സപ്തചത്വാരിംശ സർഗ, 47-ാം സർഗം. മരുത്തുക്കളുടെ ഉൽപ്പത്തിയും വിശാലാധിപനായ സുമതി നൃപനുമായുള്ള ചർച്ചയും. സപ്തധാതു കൃതേ ഗർഭേ ദിതി പരമദുഃഖിതാ സഹസ്രാക്ഷം ദുരാധർഷം വാക്യം സാനുനയാ ബ്രവീദ മമാപരാധാത് ഗർഭോയം സപ്തധാ വിഫലീകൃതഃ നാപരാധോസ്തി ദേവേശ തവാത്ര ബലസൂദന. പ്രിയം ത്വത്കൃതമിച്ഛാമി മമ ഗർഭവിപര്യയേ മരുതാം സപ്തസപ്താനാം സ്ഥാനപാലാ ഭവന്തി മേ. വാദസ്കന്ധാ ഇമേ സപ്ത ചരന്തു ദിവിപുത്രകാഃ മാരുതാ ഇതി വിഖ്യാതാ ദിവ്യരൂപാ മമാത്മജാ. ബ്രഹ്മലോകം ചരത്വേക ഇന്ദ്രലോകം തഥാപര ദിവി വായുരിതിഖ്യാതസ്തൃതീയോ അഭിമഹായശാ. ചത്വാരസ്തു സുരശ്രേഷ്ഠ ദിശോ വൈ തവ ശാസനാദ് സഞ്ചരിഷ്യന്തി ഭദ്രം തേ ദേവഭൂതാ മമാത്മജാഃ. ത്വത്കൃതേനൈവ നാമ്നാ ച മാരുതാ ഇതി വിശ്രുതാഃ. തസ്യാസ്തദ്വചനം ശ്രുത്വാ സഹസ്രാക്ഷ പുരന്ദരഃ ഉവാച പ്രാഞ്ജലിർവാക്യം ദിതിം ബലനിഷൂദന. സർവമേതദ്യഥോക്തം തേ ഭവിഷ്യതി ന സംശയഃ. വിചരിഷ്യന്തി ഭദ്രം തേ ദേവഭൂതാസ്തവാത്മജാഃ. ഗർഭത്തിലുള്ള ശിശു 7 ഖണ്ഡിക്കപ്പെട്ട ഉടനെ ദിതിദേവി അത്യന്ത ദുഃഖിതയായി. ജയിക്കപ്പെടുവാൻ കഴിയാത്ത ഇന്ദ്രനോടായി സാന്ത്വനം ചെയ്യുന്നവളായി വാക്യത്തെ ഇങ്ങനെ ഉര ചെയ്തു. വലാസുരനെ വധിച്ചവനായ ദേവരാജാവേ, ഈ ഗർഭം എൻ്റെ കുറ്റത്താൽ 7 തുണ്ടായി ഫലമില്ലാത്തതായി ഭവിച്ചു. ഇക്കാര്യത്തിൽ നിനക്ക് യാതൊരു കുറ്റവും ഇല്ല. എൻ്റെ ഗർഭത്തിനുണ്ടായതായ ഈ ആപത്തിലും ഒരു നന്മ നിന്നാൽ ചെയ്യപ്പെട്ടതായി ഭവിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഈ ഗർഭഖണ്ഡങ്ങൾ 7 മരുത്തുക്കളുടെ പദവിയെ പരിപാലിക്കുന്ന ദേവതകളായി ഭവിക്കട്ടെ. എൻ്റെ ശരീരത്തിൽ നിന്നുണ്ടായവരായ ഈ പുത്രന്മാർ 7 വിധം കാറ്റുകളുടെ അധിഷ്ഠാന ദേവതകളായി സപ്തമരുത്തുക്കൾ എന്ന പ്രസിദ്ധി പൂണ്ടവരായി ദേവന്മാരുടെ വടിവാർന്നവരായി ദേവലോകത്തിൽ സഞ്ചരിക്കട്ടെ. ഒരുവൻ ബ്രഹ്മലോകത്തിൽ സഞ്ചരിക്കട്ടെ, മറ്റൊരുവൻ ഇന്ദ്രലോകത്തിൽ അപ്രകാരം തന്നെ സഞ്ചരിക്കട്ടെ. മൂന്നാമത്തവൻ സ്വർഗത്തിൽ വായു എന്ന പേരോട് കൂടിയവനായി അതികീർത്തിമാനായി അവണ്ണം തന്നെ സഞ്ചരിക്കട്ടെ. ഹേ സുരോത്തമ, നിനക്ക് മംഗളം ഭവിക്കട്ടെ. മറ്റു 4 പേരായ എൻ്റെ പുത്രന്മാരാകട്ടെ നിന്റെ ആജ്ഞപ്രകാരം ദേവശരീരികളായി നിന്നാൽ അരുളപ്പെട്ട പേരുകൊണ്ട് തന്നെ മരുത്തുക്കൾ എന്ന ഖ്യാതി പൂണ്ടവരായും ദിക്കുകളിലെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമാറാകട്ടെ. അവളുടെ ആ വാക്ക് കേട്ട് 1000 നേത്രങ്ങളാർന്നവനായി ബലാസുരധ്വംസകനായ പുരന്ദരൻ ദിതിയോടായി കൈകൂപ്പിക്കൊണ്ട് ഇപ്രകാരം മറുപടി ഉരച്ചു. നിന്തിരുവടിക്ക് ശുഭം. ഇതെല്ലാം ഭവതിയാൽ ഒരു ചെയ്യപ്പെട്ട പോലെ തന്നെ സംഭവിക്കും. സംശയമില്ല, നിന്തിരുവടിയുടെ സുതന്മാർ ദേവസ്വരൂപികളായി സഞ്ചരിക്കും. ഏവം തൗ നിശ്ചയം കൃത്വാ മാതാപുത്രൗ തപോവനേ ജഗ്മധുസ്ത്രിദിവം രാമകൃതാർത്ഥാവിധിന ശ്രുതം. ഏഷ ദേശ സകാഗുസ്ത മഹേന്ദ്രാത്യുഷിതപുരാ ദിതിം യത്ര തപസ്സിദ്ധാമേവം പരിചചാരസ. ഇക്ഷ്വാകോസ്തു നരവ്യാഘ്ര പുത്ര പരമധാർമ്മിക അലംബുസായാമുത്പന്നോ വിശാല ഇതി വിശ്രുത. തേന ചാസീദിഹ സ്ഥാനേ വിശാലേതി പുരീകൃത. വിശാലസ്യ സുതോ രാമ
हेमचन्द्रो महाबल सुचन्द्र इति विख्यातो हेमचन्द्रादनन्दर सुचन्द्रतनयो रामधूम्राश्व इति विश्रुतः धूम्राश्वतनयश्चाभिसृञ्जय समपद्यत सृञ्जयस्य सुतः श्रीमान् सहदेवप्रतापवान् कुशाश्वसहदेवस्य पुत्रपरमधात्मिक कुशाश्वस्य महातेजा सोमदत्तप्रतापवान् सोमदत्तस्य पुत्रस्तु काकुस्थ इति विश्रुतः तस्य पुत्रो महातेजा सम्प्रत्येष पुरीमिमाम् ആപസന്ധ്യമരപ്രഖ്യः സുമതിർനാമ ദുർജയ. ഹേ രാമ, ഇപ്രകാരം അമ്മയും മകനും ആയ ആ രണ്ടുപേരും ആ തപോവനത്തിൽ വെച്ച് തീർച്ചയാക്കിയ ശേഷം ധന്യരായി സ്വർഗലോകത്തേക്ക് പോയി ചേർന്നു എന്നിങ്ങനെയാണ് നമുക്ക് കേൾവി. അല്ലയോ കാകുസ്ത, ഇപ്രകാരം ആ ഇന്ദ്രൻ തപസ് പൂണ്ടിരുന്ന ദിതിദേവിയെ യാതൊരു സ്ഥലത്തിൽ വെച്ച് പണ്ട് ശുശ്രൂഷിച്ചോ മഹേന്ദ്രനാൽ അധിവസിക്കപ്പെട്ടതായ ആ പ്രദേശം ഇതുതന്നെയാണ്. ഹേ പുരുഷശ്രേഷ്ഠ, ഇതുകൂടാതെ ഇക്ഷ്വാകുവിൻ്റെ പുത്രനായി അതിധർമ്മശീലനായി അലംബുസ എന്ന അപ്സര സ്ത്രീയിൽ പിറന്നവനായി വിശാലൻ എന്ന പേർ കേട്ട ഒരുവനുണ്ടായിരുന്നു. അദ്ദേഹത്താൽ ഈ പ്രദേശത്തിൽ തന്നെ വിശാല എന്ന പട്ടണം നിർമ്മിക്കപ്പെട്ടു. ഹേ രാമ, വിശാലന് അതിബലശാലിയായ ഹേമചന്ദ്രൻ എന്ന പുത്രൻ സുചന്ദ്രൻ പ്രസിദ്ധി പൂണ്ടവൻ. ഹേമചന്ദ്രന് പിന്നെയുള്ളവൻ ഹേ രാമ സുചന്ദ്രൻ്റെ പുത്രൻ ധൂമ്രാശ്വൻ എന്ന പ്രസിദ്ധൻ. പിന്നെ ധൂമ്രാശ്വൻ്റെ പുത്രൻ സൃഞ്ജയൻ ഉണ്ടായി. സൃഞ്ജയൻ്റെ പുത്രൻ ശ്രീമാനായി കീർത്തിമാനായ സഹദേവൻ. സഹദേവൻ്റെ പുത്രൻ അതിധർമ്മിഷ്ഠനായ കുശാശ്വൻ. കുശാശ്വന് മഹാതേജസ്വിയും കീർത്തിമാനും ആയ സോമദത്തൻ. സോമദത്തൻ്റെ പുത്രനാകട്ടെ കാകുസ്ഥൻ എന്ന പേർ കേട്ടവൻ. അദ്ദേഹത്തിൻ്റെ പുത്രനായ സുമതി എന്ന മഹാതേജസ്വി ദേവന്മാർക്ക് സമനായി ജയിക്കപ്പെടുവാൻ കഴിയാത്തവനായി ഈ നഗരത്തിൽ ഇപ്പോൾ ഇതാ വസിക്കുന്നു. ഇക്ഷ്വാകുസ്തു പ്രസാദേന സർവേ വൈശാലികാ നൃപാ ദീർഘായുഷോ മഹാത്മാനോ വീര്യവന്തസ്സു ധാർമ്മികാ ഇഹാദ്യരജനീം രാമ സുഖം വത്സ്യാമഹേ വയം സ്വപ്രഭാതേ നരശ്രേഷ്ഠജനകം ദൃഷ്ടുമർഹസി സുമതിസ്തു മഹാതേജാ വിശ്വാമിത്രമുപാഗതം ശ്രുത്വാ നരവരശ്രേഷ്ഠ പ്രത്യുദ്ഗച്ഛൻ മഹായശാഃ പൂജാം ച പരമാം കൃത്വാ സോപാധ്യായ സ ബാന്ധവഃ പ്രാഞ്ജലികുശലം പൃഷ്ട്വാ വിശ്വാമിത്രമഥാബ്രവീത് ധന്യോസ്മനുഗ്രഹീതോസ്മി യസ്യ മേ വിഷയം മുനി സംപ്രാപ്തോ ദർശനം ചൈവ നാസ്തി ധന്യതരോ മയാ. ഇക്ഷ്വാകു മഹാരാജാവിൻ്റെ അനുഗ്രഹത്താൽ തന്നെ വിശാലയെ ചേർന്ന നൃപന്മാർ എല്ലാവരും ഏറിയ കാലം വാണവർ, മഹാത്മാക്കൾ, വീര്യമുള്ളവർ, നല്ല ധർമ്മശീലന്മാർ. ഹേ രാമ, നാം ഇന്ന് രാത്രി ഇവിടെ സുഖമാമണ്ണം കഴിച്ചുകൂട്ടുക. ഹേ പുരുഷശ്രേഷ്ഠ, നാളെ കാലത്ത് ജനക മഹാരാജാവിനെ കാണാൻ പോകാം. മഹാതേജസ്വിയും നരവരന്മാരിൽ ശ്രേഷ്ഠനും കീർത്തിമാനുമായ സുമതി മഹാരാജാവും വിശ്വാമിത്ര മുനിവരനെ സമീപത്തിൽ എഴുന്നള്ളിയിരിക്കുന്നതായി കേട്ട് എതിരേറ്റ പുരോഹിതന്മാരോടും ബന്ധുക്കളോടും ചേർന്നവനായി ശ്രേഷ്ഠമായ സത്കാരത്തെയും ചെയ്ത് വിശ്വാമിത്ര മഹർഷിയോടായി കൈകൂപ്പിക്കൊണ്ട് കുശലവർത്തമാനം ചോദിച്ച് അനന്തരം ഉര ചെയ്തു. മുനിവരനായ നിന്തിരുവടി യാതൊരു എൻ്റെ നാട്ടിൽ കൺമുൻപാകെ തന്നെ എഴുന്നള്ളുവാൻ സംഗതിയായി വന്നുവോ? അപ്രകാരമുള്ള ഞാൻ കൃതാർത്ഥനായി ഭവിച്ചിരിക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ടവനായി ഭവിച്ചിരിക്കുന്നു. എന്നേക്കാൾ അധികം ഭാഗ്യശാലിയായവൻ ആരും തന്നെ ഇല്ല. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകി ആദികാവ്യേ ബാലകാണ്ഡേ സപ്തചത്വാരിംശ സർഗ 47-ാം സർഗം സമാപ്തം. ഇനി അഷ്ടചത്വാരിംശ സർഗ 48-ാം സർഗം. ഗൗതമുനി അഹല്യയെയും ഇന്ദ്രനെയും ശപിക്കുന്നത്. പൃഷ്ട്വാ തു കുശലം തത്ര പരസ്പര സമാഗമേ കഥാന്തേ സുമതിർവാക്യം വ്യാജഹാര മഹാമുനിം ഇമൗ കുമാരൗ ഭദ്രം തേ ദേവതുല്യ പരാക്രമൗ ഗജസിംഹഗദീവീരൗ ശാർദൂലവൃഷഭോപമൗ പത്മപത്രവിശാലാക്ഷൗ ഖഡ്ഗതൂണീർധനുർധരൗ അശ്വിനാവിവരൂപേണ സമുപസ്ഥിതയൗവനൗ യദൃശ്ചൈവ ഗാം പ്രാപ്തൗ ദേവലോകാദിവാമരൗ കഥം
പദ്ഭ്യാമിഹ പ്രാപ്തൗ കിമർത്ഥം കസ്യ വാ മുനേ ഭൂഷയന്താവിമം ദേശം ചന്ദ്രസൂര്യാവിവാംബരം പരസ്പരസ്യ സദൃശൗ പ്രമാണേങ്കിതചേഷ്ടിതൈഃ. അവിടെ അവർ അന്യോന്യം ചേർന്നപ്പോൾ യോഗക്ഷേമത്തെപ്പറ്റി ചോദിച്ച ശേഷം സംഭാഷണത്തിൻ്റെ അവസാനത്തിൽ സുമതി മഹാരാജാവ് മഹർഷിയെ നോക്കി ഇങ്ങനെ ഒരു വാക്ക് ചെയ്തു. ദേവതുല്യ പരാക്രമന്മാരും ആനയ്ക്കും സിംഹത്തിനും ഒത്ത ഗതിയോടുകൂടിയവരും പുലിക്കും വൃഷഭത്തിനും ഒത്ത ദൃഢശരീരന്മാരും താമരദളം പോലെ വിശാല നർത്തങ്ങളാർന്നവരും വാൾ, ആവനാഴി, വില്ല് എന്നിവ ധരിച്ചവരും അഴകിൽ അശ്വിനി ദേവന്മാർക്കൊത്തവരും യൗവനകാലമടുത്ത രാജകുമാരന്മാരും ദേവലോകത്തിൽ നിന്നും ഭാഗ്യവശാൽ തന്നെ ഭൂലോകത്തേക്ക് എഴുന്നള്ളിയവരായ 2 ദേവന്മാർ പോലുള്ളവരും ആകാശത്തെ ചന്ദ്രസൂര്യന്മാർ എന്ന വണ്ണം ഈ പ്രദേശത്തെ അലങ്കരിക്കുന്നവരും ആകൃതി, ഭാവം, ചേഷ്ട ഇവയാൽ ഒരുവർക്കൊരുവർ സാദൃശ്യമാർന്നവരും ആയ ഇവരിരുവരും എങ്ങനെയാണ് കാൽനടയായി ഇവിടെ വന്നത്? മുനിപര്യ, എന്തിനായിട്ടാണ്? ആരെ ഉദ്ദേശിച്ചാണ്? കനിഞ്ഞു ചെയ്താലും. കിമർത്ഥം ച നരശ്രേഷ്ഠൗ സംപ്രാപ്തൗ ദുർഗമേ പഥി വരായുധധരൗ വീരൗ ശ്രോതുമിച്ഛാമി തത്വതഃ. തസ്യ തദ്വചനം ശ്രുത്വാ യഥാവൃത്തം ന്യവേദയത്. അയോധ്യാധിപതേ പുത്രൗ രാജ്ഞോ ദശരഥസ്യ ഹി മമ യജ്ഞസമാപ്ത്യർത്ഥം ആഗതൗ രാമലക്ഷ്മണൗ. സിദ്ധാശ്രമമനുപ്രാപ്യ രാക്ഷസാനഭിഹത്യ ച ഇമം ദേശമനുപ്രാപ്തൗ വീരൗ ദശരഥാത്മജൗ. വിശ്വാമിത്രവചശ്രുത്വാ രാജാ പരമഹർഷിത. അതിഥി പരമൗ പ്രാപ്തൗ പുത്രൗ ദശരഥസ്യ തൗ. പൂജയാമാസ വിധിവത് സത്കാരാർഹൗ മഹാബലൗ. തത പരമസത്കാരം സുമതേ പ്രാപ്യ രാഘവൗ. ഉഷ്യ തത്ര നിശാമേകാം ജഗ്മദുർമിഥിലാം തതഃ. ശൂരന്മാരായി ഈ പുരുഷശ്രേഷ്ഠന്മാർ എന്തിനു വേണ്ടി തന്നെയാണ് കഷ്ടതയേറിയ മാർഗത്തിലൂടെ ഉത്തമങ്ങളായ ആയുധങ്ങൾ ധരിച്ചവരായി വന്നിരിക്കുന്നത്? ഉള്ളവണ്ണം അറിഞ്ഞാൽ കൊള്ളാം. ആ രാജാവിൻ്റെ ആ വാക്കുകേട്ട് നടന്ന പോലെയെല്ലാം അദ്ദേഹത്തോട് അറിയിച്ചു. ശ്രീരാമൻ, ലക്ഷ്മണൻ എന്ന പേരോട് കൂടിയവരായി അയോധ്യാധിപതിയായ ദശരഥ മഹാരാജാവിൻ്റെ 2 പുത്രന്മാരാണല്ലോ ഇവർ. എൻ്റെ യാഗത്തെ നിറവേറ്റുന്നതിനായി എൻ്റെ കൂടെ വന്നവരാകുന്നു. ദശരഥപുത്രന്മാരായ ഈ വീരന്മാർ സിദ്ധാശ്രമത്തിൽ എത്തി രാക്ഷസന്മാരെയും കൊന്ന ശേഷം ഈ നാട്ടിലേക്ക് ഇതാ വന്നു ചേർന്നിരിക്കുന്നു. ആ രാജാവ് വിശ്വാമിത്ര മുനി അരുളിയ വാക്കുകേട്ട് അത്യാശ്ചര്യം പൂണ്ടവനായി ദശരഥ ചക്രവർത്തിയുടെ തനയന്മാരായി അതിബലശാലികളായി പൂജിക്കത്തക്കവരായി അതിഥികളായി വന്നിരിക്കുന്നവരായ ആ 2 ഉത്തമന്മാരെയും ശാസ്ത്രപ്രകാരം പൂജിച്ചു. സുമതി മഹാരാജാവിൻ്റെ ഉത്തമ സത്കാരത്തെ അംഗീകരിച്ച ശ്രീരാമലക്ഷ്മണന്മാർ പിന്നെ അവിടെ ഒരു രാത്രി വസിച്ച് അനന്തരം മിഥിലാ നഗരത്തിലേക്ക് പുറപ്പെട്ടു ചെന്നു. താം ദൃഷ്ട്വാ മുനയഃ സർവേ ജനകസ്യ പുരീം ശുഭാം സാധു സാധ്വിതി സംസന്തോ മിഥിലാം സമപൂജയൻ. മിഥിലോപവനേ തത്ര ആശ്രമം ദൃശ്യ രാഘവ പുരാണം നിർജ്ജനം രമ്യം വപ്രച്ഛ മുനിപുങ്കവം. ശ്രീമദാശ്രമസങ്കാശം കിം ന്യുതം മുനിവർജിതം ശ്രോതുമിച്ഛാമി ഭഗവൻ കസ്യായം പൂർവ ആശ്രമ. തച്ഛ്രുത്വാ രാഘവേണോക്തം വാക്യം വാക്യവിശാരദഃ പ്രത്യുവാച മഹാതേജാ വിശ്വാമിത്രോ മഹാമുനി. ഹന്തതേ കഥയിഷ്യാമി ശൃണു തത്വേന രാഘവ. യസ്യ തദാശ്രമപദം സപ്തം കോപാത്മഹാത്മനാ. ഗൗതമസ്യ നരശ്രേഷ്ഠ പൂർവമാസീൻ മഹാത്മന. ആശ്രമോ ദിവ്യസങ്കാശസ്തുരൈരവിസുപൂജിത. സചേഹ തപ ആദിഷ്ടദഹല്യാ സഹിതപുരാ. വർഷഭൂഗാനനേകാംശ രാജപുത്ര മഹായശ. മുനിമാർ എല്ലാവരും ജനക മഹാരാജാവിൻ്റെ ആ അഴകാർന്ന പട്ടണത്തെ കണ്ട് എന്തു ഭംഗി എന്തു ഭംഗി എന്ന് മിഥിലയെ പുകഴ്ത്തിക്കൊണ്ടാടി. ശ്രീരാഘവൻ മിഥിലയ്ക്കു ചേർന്ന തോപ്പായ ആ ദിക്കിൽ വളരെ പഴക്കമുള്ളതായി നിർജ്ജനമായി എങ്കിലും രമണീയമായുള്ള ഒരു ആശ്രമത്തെ കണ്ട് മുനിശ്രേഷ്ഠനോടായി ചോദിച്ചു. സ്വാമിൻ, ശോഭയേറിയതായി ആശ്രമം പോലെ തോന്നുന്നതായി എങ്കിലും മുനികളുടെ നിവാസമില്ലാത്തതായി ഇത് എന്തോന്നാണ്? ഇത് മുമ്പ് ആരുടെ ആശ്രമം? കേൾപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
അതിതേജസ്വിയും വാക്യകോവിദനുമായ വിശ്വാമിത്ര മഹർഷി ശ്രീരാഘവനാൽ ഒരു ചെയ്യപ്പെട്ട ആ വാക്കുകേട്ട് ഇപ്രകാരം മറുപടി ഉരച്ചു. നല്ലത്, ഹേ രാഘവ, ഈ ആശ്രമസ്ഥലം ആരുടേതെന്നും യാതൊരു മഹാത്മാവിനാൽ കോപത്താൽ ശപിക്കപ്പെട്ടതായി ഭവിച്ചു എന്നും വത്സനോട് നടന്ന പോലെ തന്നെ ഒരു ചെയ്യാം, കേട്ടുകൊള്ളുക. ഹേ പുരുഷോത്തമ, പണ്ടുകാലത്തിൽ ദേവലോകത്തെപ്പോലുള്ളതും ദേവന്മാരാലും കൂടി ഏറ്റവും പൂജിക്കപ്പെട്ടതും ആയ മഹാത്മാവായ ഗൗതമ മഹർഷിയുടെ ആശ്രമം ആയിരുന്നു ഇത്. അതികീർത്തിമാനായ ഹേ രാജകുമാര, അദ്ദേഹം അഹല്യാസമേതനായി പണ്ട് വളരെ സംവത്സര ശതങ്ങളായി തന്നെ ഇതേ ദിക്കിൽ തപസ് ചെയ്തു. ബ്രഹ്മപുത്രിയായ അഹല്യയെ, അവളുടെ സൗന്ദര്യത്തെ ആലോചിച്ച ഇന്ദ്രാദി ദിക്പാലന്മാർ തുടങ്ങിയുള്ളവർ ഭാര്യയായി തരയണമെന്ന് ബ്രഹ്മാവിനോട് അപേക്ഷിക്കുകയുണ്ടായി. ഒടുവിൽ ബ്രഹ്മാവ് ബ്രഹ്മാണ്ടത്തെ 3 കുറി പ്രദക്ഷിണം ചെയ്ത് ആദ്യം എത്തുന്നുവോ അവർക്ക് അഹല്യയെ കൊടുക്കുന്നതാണെന്ന് പറഞ്ഞു. നാരദന്റെ ഉപദേശപ്രകാരം ഗൗതമ മുനി കാമധേനുയെ 3 പ്രാവശ്യം വലം വെച്ച് ബ്രഹ്മാവിൻ്റെ അടുക്കൽ ചെന്ന് തനിക്കാണ് അഹല്യയെ കിട്ടേണ്ടതെന്ന് വാദിച്ചു. 14 ലോകങ്ങളും ഗോവിൻ്റെ അംഗങ്ങളാണെന്ന് വേദവാക്യമുള്ളതിനാൽ ബ്രഹ്മാവിന് തൻ്റെ വാഗ്ദത്തം നിറവേറ്റേണ്ടി വന്നു. അങ്ങനെ ഗൗതമ മുനിക്ക് അഹല്യയെ കിട്ടി. ഇത് ബ്രഹ്മപുരാണത്തിൽ അധ്യാത്മരാമായണത്തിലുള്ളതാണ്. കഥാചിത് ദിവസേ രാമ തതോ ദൂരം ഗതേ മുനൗ തസ്യാന്തരം വിദിത്വാതു സഹസ്രാക്ഷസജീപതി മുനിവേഷധരോ അഹല്യാമിതം വചനമബ്രവീത്. ഋതുകാലം പ്രതീക്ഷന്തേ നാർത്ഥിന സുസമാഹിതേ സംഗമം ത്വഹമിച്ഛാമി ത്വയാ സഹ സുമധ്യമേ. അഥാബ്രവീ സുരശ്രേഷ്ഠ മുനിവേഷം സഹസ്രാക്ഷം വിജ്ഞായ രഘുനന്ദന മതിം ചകാര ദുർമേധാ ദേവരാജകുതൂഹലാത്. അഥാബ്രവീത് സുരശ്രേഷ്ഠം കൃതാർത്ഥേനാന്തരാത്മനാ കൃതാർത്ഥാസ്മി സുരശ്രേഷ്ഠ ഗച്ഛ ശീഘ്രമിത പ്രഭോ. ആത്മാനം മാം ച ദേവേശ സർവദാ രക്ഷമാനദ. ഇന്ദ്രസ്തു പ്രഹസൻ വാക്യമഹല്യാമിതമബ്രവീത്. പരിതുഷ്ടോ അസ്മി ശുശ്രോണി ഗമിഷ്യാമി യഥാഗതം. ഏവം സംഗമ്യതു തയാ നിശ്ചക്രാമോടജാത്തത. സ സംഭ്രമാത്വരൻ രാമസംഗീതോ ഗൗതമം പ്രതി. ഗൗതമം സപ്തദർശാഥ പ്രവിശന്തം മഹാമുനിം ദേവദാനവദുർധർഷം തപോബലസമന്വിതം. തീർത്ഥോദക പരിക്ലിന്നം ദീപ്യമാനമിവാനലം. ഭസ്മോദ്ധൂളിത സർവാംഗമുമാപതിമിവാപരം. ശിവഭക്തം മഹാത്മാനം സർവതത്വാർത്ഥവേദിനം. ഗ്രഹീതസമിധം രാമസകുചം മുനിപുങ്കവം. ഹേ രാമ, ഒരിക്കൽ ഒരു ദിവസം അവിടെ നിന്നും ദൂരെ മഹർഷി പോയ സമയം ആ അവസരത്തിൻ്റെ ലാക്കറിഞ്ഞു തന്നെ സഹസ്രാക്ഷനായ ദേവേന്ദ്രൻ ഗൗതമ വേഷം ധരിച്ച് അഹല്യയോടായി ഇപ്രകാരം ഒരു വാക്യത്തെ ഉരച്ചു. ബ്രഹ്മാവിനാൽ അഴകായി സൃഷ്ടിക്കപ്പെട്ടവളെ, കാമം മൂലം സംഗമത്തെ കാക്ഷിപ്പവർ ദുസ്നാനം ചെയ്യുന്ന സമയത്തെ കാത്തുകൊണ്ടിരിക്കാറില്ല. ഞാനാകട്ടെ, അല്ലേ സുന്ദരി, നിന്നോടുകൂടി സംഗമത്തെ കൊതിക്കുന്നു. ഹേ രഘുകുമാര, ഗൗതമ വേഷധാരിയായ അവനെ ദേവേന്ദ്രനെന്നറിഞ്ഞ് ആ ദുർബുദ്ധിയായവൾ ദേവന്മാർക്കെല്ലാം രാജാവ് എന്നുള്ള ഉത്സാഹത്താൽ മനസ്സിണങ്ങി. അനന്തരം സന്തുഷ്ടി പൂണ്ട മനസ്സോടുകൂടിയവളായി ദേവരാജാവിനോട് ഇങ്ങനെ ഉര ചെയ്തു. അല്ലയോ ദേവരാജാവേ, ഞാൻ ധന്യയായി. പ്രഭോ, ഇവിടെ നിന്നും വേഗം പോയിക്കളഞ്ഞാലും. ദേവരാജാവേ, അങ്ങയെയും എന്നെയും എല്ലായ്പ്പോഴും ഹേ മാനസംരക്ഷക കാത്തുകൊണ്ടാലും. ഇന്ദ്രനും ചിരിച്ചുകൊണ്ട് അഹല്യയെ നോക്കി ഇങ്ങനെ മറുപടി പറഞ്ഞു. അഴകാർന്ന ജഹനമുള്ളവളെ, ഞാൻ തൃപ്തനായി ഭവിച്ചിരിക്കുന്നു. വന്ന പോലെ തന്നെ മടങ്ങിക്കളയാം. ഇപ്രകാരം തന്നെ അവളോടുകൂടി ചേർന്ന് അതിൽ പിന്നെ ഹേ രാമ, ഗൗതമിനിയെക്കുറിച്ച് ഭയം പൂണ്ടവനായി അവൻ സംഭ്രമത്തോടെ ബന്ധപ്പെട്ട് ആശ്രമസ്ഥലത്തിൽ നിന്ന് പുറത്തിറങ്ങി. ഉടനെ ആ ഇന്ദ്രൻ ദേവാസുരന്മാരാലും തടുക്കപ്പെടാത്തവനും തപോബലമാർന്നവനും ആയ ഗൗതമ മഹർഷിയെ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നതായി കണ്ടു. ദൃഷ്ട്വാ സുരപതിസ്തത്രോ വിഷണ്ണവദനോ അഭവത്. ശുദ്ധജലത്തിൽ സ്നാനം ചെയ്തവനായി, അഗ്നിയെപ്പോലെ ഉജ്ജ്വലിക്കുന്നവനായി, ഭസ്മത്താൽ ലേപനം ചെയ്യപ്പെട്ട സർവാംഗങ്ങളോട് കൂടിയവനായി, മറ്റൊരു പരമശിവനെ പോലെ ഉള്ളവനായി, ശിവഭക്തനായി, മഹാത്മാവായി, സകല വാസ്തവ സംഗതികളെയും അറിഞ്ഞവനായി,
ചമത കയ്യിലെടുത്ത ദർഭപുല്ലോട് കൂടിയവനായി ആ ഉത്തമ മുനിവരനെ കണ്ട ഉടനെ അല്ലയോ രാമ, ആ ദേവരാജാവ് നടുങ്ങി മുഖം മങ്ങിയവനായി ഭവിച്ചു. അഥ ദൃഷ്ട്വാ സഹസ്രാക്ഷം മുനിവേഷധരം മുനി ദുർവൃത്തം വൃത്തസമ്പന്നോ രോഷാദ്വജനമബ്രവീത് മമ രൂപം സമാസ്തായ കൃതവാനസി ദുർമതേയ കർത്തവ്യമിദം തസ്മാദ്വിഫലസ്ത്വം ഭവിഷ്യസി. ഗൗതമേനൈവ മുക്തേ തു സരോഷേണ മഹാത്മനാ വേദദുർവൃഷണൗ ഭൂമൗ സഹസ്രാക്ഷസ്യ തത്ക്ഷണാത്. അഥ ശപ്ത്വാ ച വൈ ശക്രം ഭാര്യാമഭിജ സപ്തവാന്യഹ വർഷസഹസ്രാണി ബഹൂനി ത്വം നിവത്സ്യസി. വായുഭക്ഷാ ശിലാ ഭൂത്വാ തപ്യന്തി ഭസ്മശായിനി അദൃശ്യാ സർവഭൂതാനാമാശ്രമേ യസ്മിൻ ഭവിഷ്യസി. യഥാ ചൈതദ്വനം ഘോരം രാമോ ദശരഥാത്മജ ആഗമിഷ്യതി ദുർധർഷസ്തദാ ഭൂതാ ഭവിഷ്യസി. തസ്യാദിത്യേന ദുർവൃത്തേ ലോഭമോഹവിവർജിതാ സകാശം മുദാ യുക്ത്വാ സ്വം വപുർധാരയിഷ്യസി. സച്ചരിത്രനായ ആ മുനിവരൻ മുനിവേഷം പൂണ്ടിരിക്കുന്ന ദുർവൃത്തിയാർന്ന ആ സഹസ്രാക്ഷനെ കണ്ട ഉടനെ കോപാവേശത്താൽ ഇപ്രകാരം ഒരു ചെയ്തു. അല്ലേ ബുദ്ധികെട്ടവനെ, എൻ്റെ സ്വരൂപത്തെ എടുത്തുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്തതായ ഈ കൃത്യത്തെ നീ ചെയ്തുവല്ലോ. അതിനാൽ നീ അണ്ടമില്ലാത്തവനായി ഭവിക്കും. കോപം പൂണ്ടവനായ മഹാത്മാവായ ഗൗതമ മഹർഷിയാൽ ഇപ്രകാരം ഒരു ചെയ്യപ്പെട്ട ഉടനെ അക്ഷണത്തിൽ ദേവേന്ദ്രൻ്റെ 2 അണ്ടങ്ങളും നിലത്തു വീണു. ഇന്ദ്രനെ ഇപ്രകാരം ശപിച്ച ശേഷം ഉടനെ തന്നെ തൻ്റെ പത്നിയെയും ഇങ്ങനെ ശപിച്ചു. നീ അനേകായിരം സംവത്സരങ്ങൾ ഇവിടെ വസിക്കുമാറാകും. പാറയായി തീർന്ന് കാറ്റിനെ മാത്രം ഭക്ഷിച്ചുകൊണ്ട് ചിത്തം തപിക്കുന്നവളായി, പൂഴിയിൽ കിടക്കുന്നവളായി, സർവ്വപ്രാണികൾക്ക് കാണുവാൻ കഴിയാത്തവളായി ഈ ആശ്രമത്തിൽ നീ കിടക്കുമാറാകും. യാതൊരു സമയം ജഗദേക വീരനും ദശരഥാത്മജനുമായ ശ്രീരാമൻ പാഴായിത്തീർന്ന ഈ കാട്ടിലേക്ക് വരുമോ ആ സമയം മാത്രം നീ പരിശുദ്ധയായി ഭവിക്കും. അല്ലേ ദുശ്ചരിത്രി, അദ്ദേഹത്തിന് വേണ്ട അതിസൽക്കാരത്താൽ ദുരാശയും മൂഢതയും നീങ്ങിയവളായി എൻ്റെ അടുക്കൽ സന്തോഷത്തോടു കൂടിയവളായി നിന്റെ സ്വന്തം ശരീരത്തെ നീ കൈക്കൊള്ളുമാറാകും. ഏവമുക്ത്വാ മഹാതേജാ ഗൗതമോ ദുഷ്ടചാരിണീം ഇവമാശ്രമമുത്സൃജ്യ സിദ്ധചാരണസേവിതേ ഹിമവശ്ചിഖരേ രമ്യേ തപസ്തേവേ മഹാതപാ. മഹാവർച്ചസ്വിയായ ഗൗതമമാമുനി ദുശ്ചരിത്രയായ അവളോട് ഇപ്രകാരം ഒരു ചെയ്ത ശേഷം ഈ ആശ്രമത്തെ വെടിഞ്ഞ സിദ്ധന്മാരാലും ചാരണന്മാരാലും വാസം ചെയ്യപ്പെട്ട രമണീയമായ ഹിമാലയ ശിഖരത്തിൽ ആ മഹാതപസ്സി തപസ് ചെയ്തു. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ ബാലകാണ്ഡേ 48 സർഗ 48 സർഗം സമാപ്തം. നമസ്തേ.